ബി.ജെ.പിയിൽ പുനഃസംഘടനയൊക്കെ നടക്കാൻ പോവുക കേരളത്തിലടക്കം. അപ്പോൾ കേരളത്തിൽ 5 വർഷം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാർക്ക്, മണ്ഡലം പ്രസിഡന്റുമാർക്കൊക്കെ വീണ്ടും ഇതേ പദവിയിലേക്ക് മത്സരിക്കാനാകുമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ. സുരേന്ദ്രൻ തന്നെ ഒരുപക്ഷെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം മറുവശത്തുണ്ടെന്നും പറയപ്പെടുന്നു. എങ്ങനെ കാണാം ഇതിനെ? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി.ജെ.പിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് നിലവിലുള്ള ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുന്നത്, അവരെ വീണ്ടും പ്രസിഡന്റുമാരായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിക്കാൻ പോകുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന പ്രസിഡന്റിന് ആനുകൂല്യം കിട്ടും. എന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു കാലത്തേക്ക് വീണ്ടും ബി.ജെ.പിയുടെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് കെ. സുരേന്ദ്രൻ തന്നെ വഹിക്കും എന്നാണ് ഇതിൻ്റെ സൂചന. ഇത് സൂചനയാണ്. പൊളിറ്റിക്സിൻ്റെ ഏത് മേഖലയിലുള്ള നീക്കങ്ങളും നമ്മൾ നോക്കിയാൽ അതിന് ചില ആസൂത്രിതമായിട്ടുള്ള നടപടികളുണ്ടാകും. ആ ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. എന്നുവെച്ചാൽ ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ വരികയും സുരേന്ദ്രൻ കൂടുതൽ ശക്തനായി തീരുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സുരേന്ദ്രനാണ് ബി.ജെ.പിക്കകത്തുള്ള സംഘടനാ സംവിധാനത്തിൽ വേരുള്ള നേതാവ്. അതാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും എല്ലാ ബഹളങ്ങളൊക്കെ അവസാനിച്ച് കഴിയുമ്പോൾ അത് അവസാനം സുരേന്ദ്രനിൽ തന്നെ ചെന്ന് നിൽക്കുന്നതിൽ കാരണമാണ്. സുരേന്ദ്രനും മുരളീധരനും അടങ്ങുന്ന ഒരു സംഘമാണ് ബി.ജെ.പിക്കകത്തെ അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് നിശ്ചയിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ എതിർ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് രമേശോ അതേപോലെ തന്നെ രാധാകൃഷ്ണനൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇവരെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള എതിർപ്പ് അവിടേക്ക് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ ശക്തമായിട്ട് കെ. സുരേന്ദ്രൻ്റെ സ്ഥാനത്തെ വെല്ലുവിളിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരുമിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശോഭയുടെ പേരൊന്നും കാര്യമായിട്ട് നമ്മളുടെ ഈ വിവാദങ്ങളിലില്ല. അപ്പോൾ ഈ കെ. സുരേന്ദ്രൻ യുവമോർച്ചയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ്. കാരണം യുവമോർച്ച ഒരുപാട് സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയ കാലത്ത് കെ. സുരേന്ദ്രനായിരുന്നു അതിൻ്റെ അമരത്തുണ്ടായിരുന്നത്. ആ സമയത്ത് അങ്ങനെ വളർന്നു വന്ന സുരേന്ദ്രൻ പിന്നീട് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി പോലെയുള്ള പദവികളിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയർന്നില്ല എന്നൊരു ആരോപണമുണ്ട്. എന്നാൽ ബി.ജെ.പിയിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ആവശ്യം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. എന്തായാലും സുരേന്ദ്രൻ ഒരു നല്ല നേതാവാണ് എന്നാണ് ബി.ജെ.പി പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ വോട്ട് വീതമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്നൊക്കെ മത്സരിച്ചപ്പോൾ തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതായത് മനഃപൂർവ്വം CPM വോട്ടൊക്കെ മറിച്ചുകൊണ്ടാണ് പരാജയപ്പെട്ടത്. അങ്ങനെയുള്ള കെ. സുരേന്ദ്രന് ഒരു പക്ഷേ ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ പദവിയിൽ നിന്ന് മാറ്റാൻ സാധ്യതയില്ല. മാത്രമല്ല കെ. സുധാകരൻ്റെ അടിത്തറയുണ്ടെന്നും അദ്ദേഹത്തിന് പിന്നിൽ വലിയൊരു അണികൾ ഉണ്ട് എന്ന് തിരിച്ചറിയാനും കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഒരു ടേം കൂടെ തുടരട്ടെ. ഇപ്പം നിലവിൽ 3 വർഷമായിരിക്കും ഒരു ടേം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റുമാർക്കും ജില്ലാ പ്രസിഡന്റുമാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് 2 വർഷം കൂടെ എക്സ്റ്റൻഷൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 3-2 5 വർഷം വന്നത്. അപ്പോൾ ഇനിയൊരു പുനഃസംഘടനയൊക്കെ വേണ്ടി വരും. ആ പുനഃസംഘടന വേണ്ടി വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പെട്ടെന്നൊരു മാറ്റം ആവശ്യമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എൻ രാധാകൃഷ്ണൻ അല്ലെ MD രമേശ് അങ്ങനെയൊക്കെയുള്ള ചില നേതാക്കൾക്ക് ചിലപ്പോൾ ചില എതിർപ്പൊക്കെ ഉണ്ടായേക്കാം. അതിനെ എത്രത്തോളം അവർ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ PK കൃഷ്ണദാസൊക്കെ ശക്തനായ നേതാവ് തന്നെയായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള എതിർപ്പിൻ്റെ സ്വരം ഒന്നും ഉയർത്തുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനും കെ. സുരേന്ദ്രനും ഒക്കെ ഒരു പക്ഷത്ത് ശക്തമായി നിലകൊണ്ടാൽ ആ ഭാഗത്തേക്കായിരിക്കും പാർട്ടിയുടെ പ്രവർത്തകർ കൂടുതൽ ഉണ്ടാവുക എന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയാൽ സുരേന്ദ്രൻ ആ പദവിയിൽ തുടരാം അല്ലേ എന്ന രീതിയിൽ കാര്യങ്ങൾ പോവില്ലേ? കെ. സുരേന്ദ്രൻ ആ പദവിയിൽ തുടരാനുള്ള സാധ്യത 2 കാര്യങ്ങളാണ് ഞാനത് കണക്കാക്കുന്നത്. ഒന്ന്, നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഈ പവർ ഇക്വേഷൻസ്, അത് പ്രധാനപ്പെട്ടതാണ്. ആ പവർ ഇക്വേഷൻസിൽ എപ്പോഴും ഹൈ പൊസിഷനിൽ തന്നെയാണ് സുരേന്ദ്രനും അതുപോലെ മുരളീധരനും. അവർക്കിടയിൽ തർക്കങ്ങൾ വളർന്നു വരുമ്പോഴാണ് അത് പ്രശ്നങ്ങളാവാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ തൽക്കാലത്തൊക്കെ അത്തരം പ്രശ്നങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് വന്നാൽ
പിന്നീട് അപ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് അതിനെയൊക്കെ മറികടക്കാനായിട്ടുള്ള ശേഷി കുറവായിരിക്കും. അതാണ് ഒരു വിഷയം. അതായത് പവർ ഇക്വേഷൻസിൻ്റെ ഒരു പ്രശ്നമാണ്. 2, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, തുടർന്ന് നിയമസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി വൈകിയാണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ നേതൃത്വ സംവിധാനത്തെ മുഴുവനും ഇളക്കി പ്രതിഷ്ഠിക്കാൻ അവർക്കൊന്ന് ഇരുന്ന് ഉറപ്പാക്കാനായിട്ട് കഴിയാത്ത സാഹചര്യമുണ്ട്. ഇരുന്ന് ഉറപ്പ് വന്ന് ഒരു പക്വതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇതിനെ നന്നായിട്ട് നേരിടാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥ പൊളിച്ചാൽ കൂടുതൽ ദുർബലമായ ഒരു സംഘടനാ സംവിധാനത്തിലേക്കായിരിക്കും BJP പോവുക എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വവും കേരളത്തിൽ തന്നെ അതിൻ്റെ തിങ്ക് ടാങ്കിൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തൽക്കാലം മാറണ്ട എന്നുള്ള തീരുമാനം തന്നെയായിരിക്കും. കേരളത്തിലിപ്പോൾ ഇടത് വലത് പക്ഷങ്ങൾക്ക് ബദലായിട്ടൊരു പ്രസ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. BJP ആ തലത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ അതിനനുസരിച്ച് ആ പാർട്ടി വളർന്നില്ലയോ എന്നൊരു സംശയമുണ്ട്. കാരണം BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അനുകൂലമായ ഒരു ഗുണമുണ്ടായില്ല എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ എപ്പോഴും BJPക്ക് എതിരായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ CPM ആണോ ജയിക്കുന്നത്, കോൺഗ്രസ് ആണോ ജയിക്കുന്നത്, ആ ഭാഗത്തേക്ക് വോട്ടുകൾ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പക്ഷേ BJP തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ബദൽ പ്രസ്ഥാനമായിട്ട് BJP ഉയർന്നു വരണമെങ്കിൽ ആർജവമുള്ള ശക്തരായ നേതാക്കൾ വേണം. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള നേതാക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ BJP എന്ന പ്രസ്ഥാനത്തെ അംഗീകരിക്കുള്ളൂ. ഇപ്പോൾ CPM കോൺഗ്രസും ഒക്കെ ചെയ്യുന്നത് CPM ഇലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും ജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തും. കോൺഗ്രസ്സിന് ഒരുപിടി മുതിർന്ന നല്ല നേതാക്കളുണ്ട്. BJPക്ക് അങ്ങനെ എടുത്തു കാട്ടാൻ നേതാക്കളില്ലെന്ന് മാത്രമല്ല, ഉള്ള നേതാക്കൾ തമ്മിൽ തല്ലാണെന്നുള്ള ഒരു ഇമേജ് ജനങ്ങൾക്കിടയിലുണ്ട്. ഇതൊക്കെ ഒരു മാറ്റിയാൽ അല്ലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിലല്ലേ BJPക്ക് ഇനിയും വളരാൻ പറ്റുള്ളൂ. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമല്ല അത്. കേരളത്തിലെ BJPയുടെ ലീഡർഷിപ്പ് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയിലെത്തണം. കാരണം അവരുടെ വളർച്ചയുടെയും അവരുടെ നിലനിൽപ്പിൻ്റെയും പ്രശ്നം തന്നെയാണുള്ളത്. കാരണം വെറുതെ BJP എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അവർക്ക് എപ്പോഴെങ്കിലും അധികാരത്തിലെത്താൻ പറ്റുന്ന തരത്തിലേക്ക് അതിന് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നമാണത്, മറ്റുള്ളവരുടെ പ്രശ്നമല്ല. പക്ഷെ ആ പ്രശ്നത്തിൽ അവർക്കൊരിക്കലും അവരെത്തിച്ചേരേണ്ട രീതിയിലേക്ക് അവരുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഉയരുന്നില്ല. കേരളത്തിലെ BJPയുടെ പരാജയത്തിനൊരു നല്ല കാരണമായിട്ട് എപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലീഡർഷിപ്പിൻ്റെ പോരായ്മയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് BJPക്ക് എന്തായാലും തൽക്കാലത്തേക്കില്ല. അതിൻ്റെ ഒരു കരിസ്മയുള്ള ലീഡർ, കരിസ്മ എന്ന വാക്കാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. അത്തരത്തിൽ കരിസ്മയുള്ള ഒരു ലീഡർ അവിടെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. ദൈനംദിന രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു സെപ്പറേറ്റിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ലീഡേഴ്സാണ് ഇവരൊക്കെ. അതിലൊന്നും തർക്കം എനിക്കില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റിയൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അധികാരത്തിലില്ലാത്ത ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് കയറാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു ത്രഷോൾഡ് എനർജി എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനെ മറികടക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് ആ വിജയം നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അത് പക്ഷേ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ അത് മറികടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലീഡേഴ്സൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും ഏറ്റവും അധികം ആളുകളുമായി കോൺടാക്റ്റ് ചെയ്യേണ്ട, സമ്പർക്കം പുലർത്തേണ്ട തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഒരു വാർഡിൽ 1000 മുതൽ 2000 വോട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. മുനിസിപ്പാലിറ്റിയിലും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ 12 മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുമാണ് പാലക്കാട് BJPക്ക് വ്യക്തമായ ആധിപത്യമുള്ളത്. ഇത്തവണ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഈ സ്വാധീനം ഞങ്ങൾ കാണിക്കുമെന്നും ഞങ്ങൾ ആ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുമെന്നും BJP പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു താഴെ തട്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ BJPക്ക് അത് സാധിച്ചേക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തന്നെ രൂപം മാറ്റി സംസ്ഥാനത്ത് പലതും നടപ്പാക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധാരണ ജനങ്ങളോട് ചെന്ന് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് പറഞ്ഞുകൂടാ? ഇതൊന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ ഈ പറയുന്ന BJPയുടെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായിട്ട് ഈ ഭൂമി ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഭൂമി വിട്ടുകൊടുക്കാത്തത്? കൃത്യമായ പൈസ സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പില്ല. ഇപ്പം ഈ പറയുന്ന വയനാട്ടിൽ ഈ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഈ എസ്റ്റേറ്റിൽ നിന്ന് ഭൂമി എടുത്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല.
പകരം ഇവിടെ ദേശീയപാതയുടെ വികസനം നടക്കുന്നുണ്ട്. ദേശീയപാത വികസനത്തിന് 6 വരി പാതയ്ക്ക് വേണ്ടി എത്ര ആളുകളാണ് വീടും സ്ഥലവും വിട്ടുകൊടുത്തത്? എന്തുകൊണ്ടാണ്? ആ പണം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണെങ്കിൽ അതിന് കൃത്യമായ പണം കേന്ദ്ര സർക്കാർ നൽകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിച്ചാൽ, പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ BJPക്ക് വലിയ മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണം കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഒരു വാർഡിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വാർഡിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള വ്യക്തി ആര് എന്ന് കണ്ടെത്തി അയാളെ സ്ഥാനാർത്ഥിയാക്കി അയാളെ വിജയിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോയാൽ മാത്രമാണ് ഏതു പാർട്ടിയും അതിൽ വിജയിക്കുള്ളൂ. CPM അതിൽ എപ്പോഴും നല്ല മുൻകൈ നേടുന്നതുകൊണ്ടാണ് CPMന് അവിടെ നല്ല വിജയം നേടിയെടുക്കാനേ പറ്റിയത്. കോൺഗ്രസ് അതത്ര ഫലപ്രദമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ആണ് ഓരോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണാം. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിയുന്ന വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ നിയമസഭയിലേക്കോ നടന്ന തിരഞ്ഞെടുപ്പുകൾ നേടാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്ന് കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. BJPയും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം BJPക്ക് കൂടുതൽ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഈ തൃശ്ശൂർ ലോക്സഭാ നിയമമണ്ഡലത്തിൽ വരുന്ന നിയോജക മണ്ഡലമുണ്ടല്ലേ, നിയമസഭാ നിയമമണ്ഡലം, അവിടെയൊക്കെ BJP ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ ഒരു സ്ഥലത്തും ചിലപ്പോൾ ജയിക്കില്ല. അടുത്ത നിയമസഭയിൽ ഒരു സ്ഥലത്തും ജയിക്കാനുള്ള സാധ്യതയില്ല. വേണമെങ്കിൽ ഒന്ന് മസിൽ പിടിച്ച് നോക്കാവുന്ന ഒരു സ്ഥലം തൃശ്ശൂരാണ്. ബാക്കി ഒരു സ്ഥലത്തും BJPക്ക് ജയിക്കാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപി ജയിച്ച ഒരു ലോക്സഭാ നിയമമണ്ഡലത്തിലെ 7 നിയമസഭാ നിയമമണ്ഡലങ്ങളിലും വേണമെങ്കിൽ BJPക്ക് ജയിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവ വ്യത്യാസം തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത്, വാർഡുകളിലേക്ക് എത്തുന്ന സമയത്ത് വാർഡുകളിൽ അവർ വളരെ മോശമായിട്ടുള്ള പ്രകടനം കൊണ്ട് സംതൃപ്തരാകേണ്ടി വരും. അതൊക്കെ മാറണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള പ്രവർത്തകരെ കണ്ടെത്താൻ കഴിയണം. നേരത്തേക്ക് BJPക്ക് ഉണ്ട് മത്സരിക്കാൻ പോലും ആളെ കിട്ടില്ലായിരുന്നു. അതെ. ഇപ്പോൾ പക്ഷേ ആ സ്ഥിതിയല്ലല്ലോ. മത്സരിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ ആളിൽ തന്നെ മികച്ചവരാണെന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ ജയിക്കുള്ളൂ. പിന്നെ സാധാരണ രീതിയിൽ ഈ വാർഡ് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ അത് മിക്കവാറും വ്യക്തി കേന്ദ്രീകൃതം കൂടിയാണ്. നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓടി ചെന്നിട്ട് എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ ആരും ജയിപ്പിക്കേണ്ടാവില്ല. അതിക്ക് മുമ്പ് നടക്കുന്ന പല പ്രവർത്തനങ്ങളുണ്ട് അവിടെ. ആ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെട്ട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരുത്തനാണ് ഇവൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിയിൽ നിന്നാലും അവൻ ജയിക്കാറുണ്ട്. സ്വതന്ത്രമായി നിന്നിട്ട് പോലും ജയിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കോപ്പ് പരിശോധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് BJPക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി കണ്ടെത്താൻ പറ്റുള്ളൂ. അതെനിക്ക് തോന്നുന്നത് കേന്ദ്ര നേതൃത്വവും അതേപോലെ തന്നെ അവരുടെ ഉന്നത പര്യാലോചന സംഘമൊക്കെ കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഈ പാറ്റേണിൽ പോകുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ പുനഃസംഘടന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കും പോലും സുരേന്ദ്രൻ തന്നെ തുടരും എന്നൊരു സന്ദേശമാണ് അല്ലെങ്കിൽ സൂചനയാണ് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.